അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാ ഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅല അസ്ഹാബിഹി വഅല അസാത്തിദത്തിന വഅല മശായിഖിന വഅല വാലിദീന. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, തിരുനബി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹ്ബിഹി വസല്ലമയുടെ ആത്മസംസ്കരണത്തിൻ്റെ രീതിയും അതിലടങ്ങിയിട്ടുള്ള കാരുണ്യവും മനസ്സിലാക്കാൻ പറ്റുന്ന കഥകളാണ് നാം പറയുന്നത്. ഇന്ന് നമുക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി അൽ മക്കി നവ്വറല്ലാഹു മർക്കദഹു തങ്ങൾ എഴുതിയ അൽ ഇൻസാനുൽ കാമിൽ എന്ന കിതാബിൽ ഉദ്ധരിച്ച ഒരു കഥ പറയാം. അൻ ഫദാലത്ത് ബിനി ഉമൈരിൻ റളിയല്ലാഹു തആലാൻ, ഫദാല പറയുകയാണ്, അറത്തു ഖത്ലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ ആമൽ ഫത്ഹി. മക്കം ഫത്ഹിൻ്റെ ആ ദിവസത്തിൽ ഞാൻ റസൂലുള്ളാഹിനെ കൊല്ലാൻ തീരുമാനിച്ചു. വഹുവ യതൂഫു ബിൽ ബൈത്തി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾ വിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ കൊല്ലാൻ തീരുമാനിച്ചു. അഥവാ താരമാവാൻ ഏറ്റവും നല്ല അവസരം. മക്കം ഫത്ഹിൽ നിന്ന് മുഹമ്മദിനെ കൊന്നാൽ കാലാകാലം എന്ത് ചെയ്യും, അദ്ദേഹം താരമായിരിക്കുമെന്ന് വിചാരിച്ചതാണ്. നാം ആലോചിക്കണം, ഏതാണ് ആ തവാഫ്? സ്വന്തം ജന്മനാടായ പരിശുദ്ധ മക്കത്തിൽ നിന്ന് വിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വരികയും വർഷങ്ങളോളം വിശുദ്ധ മക്കയോ പരിശുദ്ധ കഅബാലയമോ കാണാൻ ഭാഗ്യം ലഭിക്കാതെ വരികയും, എത്രത്തോളം ഒരിക്കൽ 1500-ൽ പരം സ്വഹാബത്തുമായി പരിശുദ്ധ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് വിശുദ്ധ മക്കയുടെ പരിസരത്ത് വരെ എത്തി. വെറും കിലോമീറ്ററുകൾ മാത്രമാണ് ഹറമിലേക്കുള്ളത്. ഹറമിൻ്റെ ചാരെ എത്തി. എന്നിട്ട് പോലും തിരിച്ചു പോവേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് മക്കം ഫത്ഹായി കിട്ടുന്നതും വിശുദ്ധ കഅബാലയം കാണാൻ ലഭിക്കുകയും ചെയ്യുന്നത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹി ഇബ്നു മുഗഫ്ഫൽ റളിയല്ലാഹു അൻഹു യഖൂൽ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ യൗമ ഫത്ഹി മക്ക. മക്കം ഫത്ഹിൻ്റെ ദിവസത്തിൽ ഞാൻ എൻ്റെ ഹബീബിനെ കണ്ടു. എങ്ങനെ കണ്ടത്? അലാ നാഖത്തിഹി, അവിടുത്തെ ഒട്ടകത്തിൻ്റെ മുകളിൽ. വഹുവ യഖറഉ സൂറത്തുൽ ഫത്ഹ്, അവിടുന്ന് ഇങ്ങനെ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന ആ ഫത്ഹ് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹ്, ഒന്ന് ഇമേജിൻ ചെയ്തു നോക്കൂ, ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ അരങ്ങം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ 10,000-കണക്കിന് സ്വഹാബത്തിനൊപ്പം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ സൂറത്തുൽ ഫത്ഹ് ഓതിക്കൊണ്ടുള്ള ആ തവാഫ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, വല്ലാത്തൊരു സൂറത്താണ്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ഹ്. ഇന്നും ആ ഫത്ഹ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്ത് ഇസ്ലാമികമായി എന്തെല്ലാം മുന്നേറ്റമുണ്ടോ അതൊക്കെ ആ ഫത്ഹിന് ബാക്കിയാണ്. ആ ഫത്ഹ് അവസാനിക്കുന്നില്ല. ഹജ്ജിനൊക്കെ ഭാഗ്യം ലഭിക്കാൻ ഫത്ഹ് സൂറത്ത് പതിവാക്കിയാൽ മതി. അതിലില്ലേ ഒരായത്ത്? എന്താണ് ആയത്ത്? ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവാണ് ഈ പറയുന്നത്. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ. അല്ലാഹുവിൻ്റെ ഹബീബായവരെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് സൂറത്ത് അവതരിപ്പിച്ചതെങ്കിലും നമ്മളിലേക്കൊക്കെ അവതരിക്കപ്പെട്ടതാണല്ലോ. അപ്പം നാം ഓതുന്ന സമയത്ത് മക്കത്തേക്ക് എത്തണം, വിശുദ്ധ കഅബാലയത്തിൽ എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഓതിയാൽ ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ, മോനെ നീ മസ്ജിദുൽ ഹറാമിൽ എത്തും കേട്ടോ, നീ അവിടെ എത്തും, ഇൻഷാ അല്ലാഹ് ആമിനിൻ, സുരക്ഷിതമായി നീ അവിടെ എത്തും മോനെ എന്നായ അർത്ഥം. അള്ളാഹു നമ്മോടാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നല്ല, ജീവിതത്തിൽ എല്ലാവിധ വിജയം ലഭിക്കാനും ഫത്ഹ് ലഭിക്കാനും ആ സൂറത്ത് പതിവാക്കിയാൽ മതി. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നേരത്തെ പറഞ്ഞതുപോലെ
അത് സത്യത്തിൽ ഹബീബ് തങ്ങൾക്കാണ് ഇറങ്ങിയത്. ഹബീബ് തങ്ങളോടാണ് ആദ്യത്തെ അഭിസംബോധനം. പിന്നെ അതിൻ്റെ ശേഷമുള്ള എല്ലാവരോടുമല്ലേ ഖുർആൻ സംവദിക്കുന്നത്. ഇന്ന് നമ്മളോടാണ്. ഇന്നാ ഫതഹ്നാലക, അള്ള പറയാണ്, നാം മോനെ നിനക്ക് തുറന്നു തന്നിരിക്കുന്നു, ഫതഹാക്കി തന്നിരിക്കുന്നു, ഫത്ഹൻ മുബീന, വല്ലാത്തൊരു ഫത്ത്, അറ്റമില്ലാത്ത ഫത്ത്. വിശുദ്ധ മക്കയിലെ സ്വാലിഹീങ്ങളുടെ എന്നത്തെയും ഇഷ്ട സൂറത്താണ് ഫത്ഹ് സൂറത്ത്. അവരത് പലർക്കും ഇജാസത്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും സന്തോഷത്തോടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു പറയുന്നതായി, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലയദഉ റഅ്സഹു തവാദുഅൻ ലില്ലാഹ്, അങ്ങേയറ്റത്തെ താഴ്മ കാരണം തല താഴ്ത്തിയാണ് തവാഫ് ചെയ്യുന്നത്. അങ്ങനെയുണ്ടല്ലോ, വിനയോന്നിതനായി. ഇമാം ബൈഹഖി റിപ്പോർട്ടിൽ ചെയ്ത തല താഴ്ത്തി തവാഫ് ചെയ്യാനുള്ള കാരണം, ഹൈന റഅ മാ അക്റമഹുല്ലാഹു ബിഹി മിനൽ ഫത്ത്, മുമ്പൊന്നും വർഷങ്ങളോളമായി കാണാത്ത വിശുദ്ധ കഅബാലയം കൺകുളിർക്ക മുന്നിലിങ്ങനെ കാണില്ലേ. മസ്ജിദുൽ ഹറാം കാണുകയാണ്. കുട്ടിക്കാലം ജനിച്ചത് മുതൽക്ക് വളർന്നു വന്ന ആ മസ്ജിദുൽ ഹറാമും ഹെത്തീമൊക്കെ അങ്ങനെ കാണല്ലേ. അപ്പോൾ താഴ്മ കൊണ്ട് തല താഴ്ത്തിയാണ് തവാഫ് ചെയ്യുന്നത്. അള്ളാഹു ഇവിടെയൊക്കെ കാണാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു ഖാൽ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത യൗമൽ ഫത്ഹി വദിക്നുഹു അലാ റാഹിലതിഹി മുതഖശ്ശിആ, വിനയോന്നിതനായി ഭക്തി മൂലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ താടി രോമങ്ങൾ അവരുടെ വാഹനത്തിൽ തട്ടുമാറ് തല താഴ്ത്തിയിരുന്നു. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയ രംഗം. ഒട്ടകപ്പുറത്തിരുന്ന അവിടുത്തെ താടി ഒട്ടകത്തിൻ്റെ മേൽ തട്ടണമെങ്കിൽ എത്രമാത്രം കുനിഞ്ഞിരിക്കണം. അത്രയും വിനയോന്നിതനായിട്ടാണ് തവാഫ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയും സന്തോഷത്തിൻ്റെയും നിഅമത്തിൻ്റെയും ദിവസത്തിൽ വളരെ വിനയോന്നിതനായി തവാഫ് നിർവഹിക്കുമ്പോഴാണ് ഫളാല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊലപ്പെടുത്തി താരമാകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഫളാല പറയുകയാണ്, 10,000-കണക്കിന് സ്വഹാബത്തിനിടയിലൂടെ ഞാൻ മുഹമ്മദിൻ്റെ തൊട്ടടുത്തെത്തി. അല്ലാഹ്, എന്താ സംഭവിക്കാൻ പോകുന്നത്? ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞിട്ടില്ലേ, വല്ലാഹു യഅ്സിമുക മിനന്നാസ്, അത് കാണിച്ചു കൊടുക്കുകയാണ്. ഉടനെ അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം കൊടുക്കുകയാണ് പിന്നിലുള്ള ശത്രുവിനെ കുറിച്ച്. എല്ലാം അവിടുന്ന് ലൈവായി ഇങ്ങനെ അറിയുകയാണ്. തൻ്റെ പിന്നിലൂടെ വരുന്നതും തന്നെ കൊല്ലാൻ ശ്രമം നടത്തുന്നതൊക്കെ കാണാണ്. ഫളാലയുടെ മുഖത്ത് നോക്കി അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ആ ഫളാല, നിങ്ങൾ ഫളാലയാണോ? അങ്ങോട്ട് പേര് വിളിച്ച് ചോദിക്കുകയാണ്. ഖുൽതു നഅം, അതെ ഞാൻ ഫളാല തന്നെ. രണ്ടാമത്തെ ചോദ്യം, മാ കുൻത തുഹദ്ദിസു ബിഹി നഫ്സക അല്ല ഫളാല, നിന്റെ മനസ്സെന്താ മന്ത്രിക്കുന്നത്? നിന്നോടെന്താ നിന്റെ മനസ്സ് പറയുന്നത്? എന്താ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത? എന്താ നിങ്ങളുടെ ആലോചന? എന്താ? ഖുൽതു ലാ ഷൈ, ഒന്നുമില്ലല്ലോ, എനിക്കൊന്നും തവാഫ് ചെയ്യല്ലേ, ഒന്നുമില്ല. ഫദഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നോക്കണം നിങ്ങൾ, അള്ളാഹിൻ്റെ റസൂല് ചിരിക്കുകയാണ്. കാരണം എന്താ? ഈ സാധുവിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും കാണുന്ന നബി തങ്ങൾ ചിരിച്ചു പോവുകയാണ്. സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്, എന്നിട്ടും ചിരിക്കുകയാണ് ചെയ്യുന്നത്. വസ്തഗ്ഫറ ലി, എനിക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്തു തന്നു. എന്നിട്ടോ വവളഅ യദഹു അലാ സ്വദരി, അവിടുത്തെ പരിശുദ്ധമായ കൈ എൻ്റെ നെഞ്ചത്ത് വെക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക റഹ്മത്തിൻ്റെ വലിപ്പം. സത്യത്തിൽ കൂടെ ആരുണ്ട്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുണ്ട്, സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, സയ്യിദുനാ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, പോലുള്ള നിരവധി ധീരന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും കൂടെയുണ്ട്. നബി തങ്ങൾ ഒരൊറ്റ സിഗ്നൽ കൊടുത്താൽ മതി, ഇയാളങ്ങ് പൊക്കിക്കളഞ്ഞാളായെന്നൊരു സിഗ്നൽ കൊടുത്താൽ മതി, നിമിഷങ്ങൾക്കകം അവർ അയാളെ പിച്ചി ചീന്തും, അല്ലേ? അതിന് പാകപ്പെട്ട സ്വഹാബത്ത് കൂടെയുണ്ട്. പക്ഷേ അതല്ല ഉണ്ടായത്. പിന്നെയോ റഹ്മത്ത്, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല കാഫിരീങ്ങൾക്ക് റഹ്മത്താണ്, മുശ്രിക്കീങ്ങൾക്ക് റഹ്മത്താണ്,
മൃഗങ്ങൾക്ക് റഹ്മത്താണ്, പറവകൾക്ക് റഹ്മത്താണ്, റഹ്മത്തുല്ലിൽ ആലമീനാണ്. അള്ളാഹു അല്ലാത്ത മറ്റെല്ലാറ്റിനും റഹ്മത്താണ്. അതാണ് അവിടെ നടക്കുന്നത്. അവിടുന്ന് ചിരിച്ചുകൊണ്ട് അലാ സുദരി, എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടുത്തെ പരിശുദ്ധ കൈ എൻ്റെ നെഞ്ചത്ത് വെച്ച് ഫലാല പറയുകയാണ്, നിമിഷങ്ങൾക്കകം ഫസഖന ഖൽബി. അല്ലോ, എന്താ നടക്കുന്നത്? എന്താണ് അവിടുന്ന് പകർന്നു കൊടുക്കുന്നത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൈകളിലൂടെ ഫലാലയുടെ ഹൃദയത്തിലേക്ക് എന്താണ് കടന്നു വരുന്നത്? അല്ലാഹ് ഫലാല പറയുകയാണ്, ഫവല്ലാഹി മാ റഫഅഹാ ഹത്താ മാ ഖലഖല്ലാഹു ശൈഅൻ അഹബ്ബ ഇലയ്യ മിൻഹു. സെക്കൻഡുകളെ കൊണ്ടാണ് നബി തങ്ങളുടെ കൈവച്ച കൈ അങ്ങ് ഉയർത്തിയപ്പോയേക്കും ഈ നിമിഷം വരെ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി വാളുമായി വന്ന എനിക്ക് ലോകത്ത് മറ്റൊരാളോടും ഇല്ലാത്ത ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ റസൂലുള്ളാഹിനോട് വരികയാണ്. നിമിഷങ്ങൾക്ക് പൂർണ്ണ മുഅ്മിനായി മാറുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഞാനങ്ങനെ സെക്കൻഡുകൾക്കകം, തെർബിയത്താണത്, സംസ്കരണമാണത്, തസ്കിയത്താണത്, നിമിഷങ്ങൾക്കകം മാറുകയാണ്, അടിമുടി മാറുന്നു. അപ്പം നമ്മളും എന്താണ്, റഹ്മത്തോടെയുള്ള പെരുമാറ്റത്തിൻ്റെ റിസൾട്ടാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റഹ്മത്തോടെയുള്ള പെരുമാറ്റത്തിൻ്റെ, ഇടപെടലിൻ്റെ റിസൾട്ടാണിത്. നമുക്കൊക്കെ പാഠമുണ്ട്, ഇതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന, ഫിത്നകൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരോടൊക്കെ തിരിച്ച് സ്നേഹവും കാരുണ്യവും നൽകി അവരുടെ ശത്രുതയെ തോൽപ്പിക്കുകയാണ് വേണ്ടത്. പലരും പരാതി പറയാറുണ്ട്, അമ്മായിയമ്മയുടെ ശല്യം. എന്തായാലും അമ്മായിയമ്മ സംസാരിക്കൂല, എന്ത് ഞാൻ ചെയ്താലും അതൊക്കെ മോശമായി കാണുകയുള്ളൂ, എന്നെപ്പറ്റി മോശമായത് ഭർത്താവിനോട് എന്നും പറഞ്ഞു കൊടുക്കുക. തിരിച്ചും ചില മരുമക്കളെക്കുറിച്ച് അമ്മായിമ്മമാരുടെ പരാതി കാണാം, മക്കളെക്കുറിച്ച് ഉപ്പമാർ പറയുന്നത് കാണാം, ഉപ്പാനെക്കുറിച്ച് ഉമ്മാനെക്കുറിച്ച് മക്കൾ പറയുന്നത് കാണാം. അതുപോലെ സമൂഹത്തിൻ്റെ ഓരോ തലങ്ങളിലുള്ളവരും പലപ്പോഴും ഈ ഫിത്നകളെക്കുറിച്ച്, ഈ വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന ഇടപെടലുകളെക്കുറിച്ച് പറയുന്നത്, അവർക്കൊക്കെ ഇതിൽ പാഠമുണ്ട്. തിരിച്ച് നാം അവരോട് മിണ്ടാതിരിക്കുകയോ അവരോട് പിണങ്ങുകയോ അവരോട് അതേപോലെ വാശിയിൽ അങ്ങോട്ട് തിരിച്ചു പെരുമാറുകയോ അല്ല വേണ്ടത്. മറിച്ച് റഹ്മത്തോടെ കാരുണ്യത്തോടെ പെരുമാറി അവരുടെ ആ ശത്രുതയെ തോൽപ്പിക്കുകയാണ് വേണ്ടത്. അവർക്ക് മുഖത്ത് നോക്കാൻ മടിയുണ്ടാവണം, ശത്രുത തോൽക്കും. അങ്ങനത്തെ പെരുമാറ്റം. എന്താ ഫലാല അങ്ങനെ പറയാണ്, എൻ്റെ മനസ്സിലുണ്ടായ നിമിഷങ്ങൾക്ക് ശേഷമുണ്ടായ മാറ്റം, പരിവർത്തനം, തസ്കിയത്തിൻ്റെ ഗുണം, തെർബിയത്ത്, ഒരു ഷെയ്ഖിൻ്റെ തെർബിയത്തിൻ്റെ നേട്ടമാണ്. ഫറജഅതു ഇലാ അഹ്ലി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഫമറ ബി ഇംറഅത്തിൻ, വീട്ടിലേക്കാണ് പോകുന്ന വഴിയിൽ ഒരു പെണ്ണുമായി ഞാൻ സ്നേഹബന്ധത്തിലായിരുന്നു. കുന്തു അതഹദ്ദസു ഇലൈഹ, ഞാൻ അവളുമായി സംസാരിച്ചിരിക്കൽ പതിവാ. വീട്ടിലേക്ക് പോകുമ്പോൾ അവളെടുത്ത് ഇരുന്ന് കുറച്ച് സ്വറ പറഞ്ഞിട്ടാണ് പോവുക. അള്ളാഹു നമ്മെ അത്തരം തെറ്റുകളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ഇതൊക്കെ നേരത്തെ പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ കണക്ഷനില്ല. തുണിഞ്ഞുകൊണ്ട് കണ്ടോളി നിങ്ങളുടെ കണക്ഷൻ്റെ വ്യത്യാസം. ഇതുവരെ ആ പെണ്ണുമായി സംസാരിച്ചത് ആരുമായുള്ള കണക്ഷനില്ല. അള്ളാഹുവിൻ്റെ ഹബീബുമായുള്ള കണക്ഷനില്ലായിരുന്നു. കണക്ഷൻ കിട്ടിയപ്പോൾ പറഞ്ഞ വാക്ക് നോക്കൂ. കാലത്ത് ആ പെണ്ണ് ഇന്നും പറഞ്ഞു, ഹലുമ്മ ഇലൽ ഹദീസി, ഫലാല വരൂ നമുക്ക് സംസാരിച്ചിരിക്കാം. ഇന്നെന്താ ഒരു മാറ്റം, ഇന്നെന്താ ഒരു പിണക്കം, വരൂ നമുക്ക് സംസാരിച്ചിരിക്കാം. ഫഖുൽതു ലാ, ഇല്ല, ഇന്ന് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ആ മഹാനായ ഫലാല റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു പാട്ട് പാടുകയാണ്. ഖാലത്ത് ഹലുമ്മ ഇലൽ ഹദീസി ഫഖുൽതു ലാ ബാ അലയ്യ അല്ലാഹു വൽ ഇസ്ലാമു ലൗ മാ റഅയ്തു മുഹമ്മദൻ വഖബീലഹു ബിൽ ഫത്ഹി യൗമ തുകസ്സറുൽ അസ്നാമു ലറഅയ്തു ദീനല്ലാഹി അദ്ഹാ ബയ്യിന വശ്ശിർക യഗ്ശാ വജ്ഹുൽ ഇദ്ലാമു. മാഷാ അല്ലാഹ്, വല്ലാത്തൊരു കവിത. കാലത്ത് ഞാനിതുവരെ സ്നേഹത്തിലായിരുന്ന, ഇന്ന് വരെ സംസാരിച്ചിരുന്ന, ഹറാമുകൾ ചെയ്തിരുന്ന ആ പെണ്ണ് ഇന്നും എന്നെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഫഖുൽതു ലാ, എനിക്ക് കഴിയില്ല പെണ്ണേ. നോക്കണം നിങ്ങൾ തെർബിയത്ത്.
കണക്ഷൻ കിട്ടിയപ്പോൾ ഉണ്ടായ മാറ്റം. ഫഖുൽതുല, സാധിക്കുകയില്ല. കാരണം എന്താ? യഅ്ബാ അലയ്യല്ലാഹു വൽ ഇസ്ലാമു, ഇന്ന് നിന്നോട് സംസാരിക്കുക എന്ന ഹറാമിൽ ഇടപെടാൻ എന്നെ അള്ളാഹു തടയുന്നുണ്ട്, ഇസ്ലാം തടയുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് തെർബിയത്ത് വരികയാണ്, എന്നെ അതിൽ നിന്ന് ഇസ്ലാം തടഞ്ഞു നിർത്തുന്നു. ഇതാണ് ഇസ്ലാമിൻ്റെ പവർ. ഇതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലുള്ള ഒരു ഷെയ്ഖ്, അവരുടെ പിടിവള്ളി ഉണ്ടായാലുള്ള ഗുണം. പിന്നെയോ, ലൗ മാ റഅയ്തു മുഹമ്മദൻ വഖബീലഹു, ഒരു പക്ഷേ ലൗ മാ റഅയ്തി എന്നും വായിക്കും. ലൗ മാ റഅയ്തു മുഹമ്മദൻ വഖബീലഹു ബിൽ ഫത്ഹി യൗമ തുകസ്സറുൽ അസ്നാമു. ഞാനേ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ, അവിടുത്തെ കണ്ടു, വഖബീലഹു, അവിടുത്തെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെയും ഞാൻ കണ്ടപ്പോൾ. എവിടെ വെച്ച്? ബിൽ ഫത്ഹി, മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ. ഏതാണ് ആ ദിവസം? യൗമ തുകസ്സറുൽ അസ്നാമു, ലാത്തുൽ ബൈത്ത്, വിഗ്രഹങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു വീഴുന്ന ദിവസം. എല്ലാം പൊളിക്കപ്പെട്ടു, ഒരു വിഗ്രഹങ്ങളും ഇനിയില്ല. വിശുദ്ധ കഅബാലയം പരിശുദ്ധമായി, ഒരു ദൈവങ്ങളും ഇനി അതിലില്ല. ആ ഏക ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ആരാധിക്കാൻ, നിസ്കരിക്കാനും തവാഫ് ചെയ്യാനുമുള്ള ഭവനമായത് മാറി. ആ മുഹമ്മദ് നബിയെ കണ്ടത് മുതൽക്ക്, അവിടുത്തെ സ്വഹാബത്തിനെ കണ്ടത് മുതൽക്ക്, ലറഅയ്തു ദീനല്ലാഹി അദ്ഹാ ബൈന വശ്ശിർക യഗ്ശാ വജ്ഹഹുൽ ഇദ്ലാമു. ലറഅയ്തു ദീനല്ലാഹ്, അള്ളാൻ്റെ ദീനനെ ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നു. അദ്ഹാ ബയ്യന, ലോകത്തത് അങ്ങനെ പ്രശോഭിതമായി തെളിഞ്ഞ് അത് വിജയിച്ചു വരുന്നതായി ഞാൻ കണ്ടു. അത് പ്രകടമായി. ശിർക യഗ്ശാ വജ്ഹഹുൽ ഇദ്ലാമു, മക്കത്ത് ലോകത്തുമൊക്കെ പന്തലിച്ചു നിന്നിരുന്ന ശിർക്കിത കെട്ട് 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 ഒന്നുമല്ലാതെ കൂരിരുട്ടുള്ളതായി മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രകാശപൂരിതമാകുന്നത് ഞാൻ കാണുന്നു. അപ്പുറത്ത് ശിർക്കത കെട്ടടങ്ങി അത് ഇരുൾ മുറ്റിയതായി ഞാൻ കാണുന്നു. വല്ലാത്തൊരു പ്രകാശം ദീനിൻ്റെത് ഞാൻ കാണും. നോക്കണം നിങ്ങൾ, ഇന്നലെ വരെ ഹറാമായ സംസാരിച്ചിരുന്ന പെണ്ണിനോട് സംസാരിക്കാൻ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധ കരങ്ങൾ ആ മനുഷ്യൻ്റെ നെഞ്ചത്ത് വെച്ചപ്പോൾ എന്തോ അതിലേക്ക് ആവാഹിച്ചു കൊടുത്തിട്ടുണ്ട്. അനൂർ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആ കണക്ഷൻ വന്നു. അതാണ്, ആ കണക്ഷൻ കിട്ടി. ഈ കണക്ഷൻ നമ്മുടെ മക്കൾക്ക് നൽകുകയാണ് നാം വേണ്ടത്. മക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദര സഹോദരിമാരെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ നാട്ടുകാരെ, അയൽവാസികളെ ഒക്കെ ഈ കണക്ഷനിലേക്ക് കൊണ്ടുവന്ന് അവരെ സംസ്കരിക്കുക, തസ്കിയത്ത് ചെയ്യുക എന്നതാണ് നമ്മുടെയും ഡ്യൂട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ